ഒരു അതീവ ദൈവവിശ്വാസിയുടെ കഥ കേട്ടാലോ? ഒരിടത്തൊരു നാട്ടിൽ മിഖായിൽ എന്നു പേരുള്ള മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. ഈ മിഖായിൽ വളരെ വലിയൊരു ദൈവവിശ്വാസിയായിരുന്നു. അങ്ങനെ മിഖായിൽ ഒരു ദിവസം മീൻ പിടിക്കാനായി പോകുന്നതിനിടെ തന്റെ വള്ളം മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നു. ഒഴുക്കേറിയ ഒരു സ്ഥലമായിരുന്നത് കൊണ്ട് തന്നെ മറിഞ്ഞു കിടക്കുന്നത് തന്റെ വള്ളത്തിന്റെ ഒരു വശത്ത് പിടിച്ചു തൂങ്ങിയായിരുന്നു മിഖായിൽ കിടന്നിരുന്നത്. അവിടെ കിടന്നുകൊണ്ട് മിഖായിൽ ആകാശത്തേക്ക് നോക്കി ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ദൈവമേ, എന്നെ വന്ന് രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മിഖായേലിന് ഉറപ്പുണ്ടായിരുന്നു, കാരണം തൻ്റെ വിശ്വാസം ദൈവത്തിനറിയാം. ദൈവം തന്നെ സഹായിക്കാനായിട്ട് ഉറപ്പായിട്ടും ഇറങ്ങി വരും എന്ന് മിഖായേൽ വിശ്വസിച്ചു. ഉടനെ തന്നെ മിഖായേലിനെ ഒരു ചെറിയ വള്ളം കണ്ടെത്തി. ചെറിയ വെള്ളത്തിലുണ്ടായിരുന്നവർ മിഖായേലിനെ പിടിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ മിഖായേൽ അത് നിരസിച്ചു. മിഖായേൽ പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ രക്ഷിക്കരുത്, എൻ്റെ ദൈവം വന്ന് എന്നെ രക്ഷിക്കും. മിഖായേലിനെ സഹായിക്കാൻ അവരെല്ലാവരും ഒരുപാട് ശ്രമിച്ചു. പക്ഷെ മിഖായേൽ അതിനൊന്നിനും തയ്യാറായില്ല. മിഖായേൽ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, എൻ്റെ ദൈവം വന്ന് എന്നെ രക്ഷിക്കും, കാരണം എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. അങ്ങനെ ആ ചെറിയ വള്ളം അതുവഴി കടന്നുപോയി. ഒട്ടും താമസിക്കാതെ തന്നെ മിഖായേൽ പിന്നെയും ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ദൈവമേ, എന്നെ വന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴതാ അവിടെ ഒരു വലിയ കപ്പൽ മിഖായേലിനെ തേടിയെത്തി. മിഖായേൽ അതിലും കയറിയില്ല. മിഖായേൽ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, ദൈവം എന്നെ രക്ഷിക്കാൻ വരും, കാരണം എൻ്റെ ദൈവം എന്നെ അറിയുന്നു. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ കിടന്ന് നിലവിളിച്ച് കൈ തളർന്ന് മെയ് തളർന്ന് മെല്ലെ 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 വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അങ്ങനെ ഇദ്ദേഹം മുങ്ങി മരിച്ച ഇദ്ദേഹം സ്വർഗത്തിലെത്തിയപ്പോ അതാ ദൈവത്തിനെ കണ്ടു. അപ്പൊ ദൈവത്തെ കണ്ട സന്തോഷത്തില് നേരെ ഓടിച്ചെന്നിട്ട് ദൈവത്തിനോട് ചോദിച്ചു, എന്നാലും എൻ്റെ ദൈവമേ, നിങ്ങൾ ഇത് എന്തു പണിയാണ് കാണിച്ചത്? ഞാൻ അവിടത്തെ അത്രയേറെ വിശ്വസിച്ചിട്ട്, അവിടത്തെ അത്രയേറെ സ്നേഹിച്ചിട്ട്, അവിടത്തോട് എൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട്, അവിടുത്തെ കൽപ്പനകളൊന്നും നിരസിക്കാതെ ജീവിച്ചിട്ട്, എന്തിനവിടെ നിന്ന് ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തു എന്ന് ദൈവത്തിനോട് ചോദിക്കും. അപ്പൊ ദൈവം പറയും, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോ ഈ മീൻപിടുത്തക്കാരൻ ദൈവത്തോട് ചോദിക്കും, പിന്നെ എന്തിനാണ് അവിടെ നിന്ന് എന്നെ ഭൂമിയിൽ മരിക്കാൻ വിട്ടത്? എനിക്ക് എൻ്റെ കുടുംബമില്ലയോ? എനിക്ക് എൻ്റെ കുട്ടികളില്ലയോ? പിന്നെ എന്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷിക്കാൻ വന്നില്ല? അപ്പോ ദൈവം പറയും, സ്നേഹിത, നിന്നെ രക്ഷിക്കാനായി ഞാൻ 2 പ്രാവശ്യം ആളെ അയച്ചു. അവരോടൊപ്പം ഞാൻ 2 പ്രാവശ്യം നിന്നെ കാണാൻ വന്നു. നീ എൻ്റെ വള്ളത്തിലും കയറിയില്ല, നീ എൻ്റെ കപ്പലിലും കയറിയില്ല. അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നെ വിട്ടു. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഈ മീൻപിടുത്തക്കാരന്റെ മുമ്പിൽ ദൈവം കപ്പലിലും വള്ളത്തിലും ഒക്കെ വന്നിട്ടും ഇദ്ദേഹത്തിന് മനസ്സിലായോ? ഇല്ല. ഇദ്ദേഹത്തിന് ദൈവത്തിന്റെ രൂപവും ഭാവവും അറിയാവോ? അതുമില്ല. പക്ഷെ ദൈവത്തെ കാണാൻ പുള്ളി അത്രയേറെ ആഗ്രഹിച്ചു. ദൈവത്തെ കണ്ടു. പക്ഷെ ദൈവത്തിന്റെ സഹായം സ്വീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവിതം കിട്ടൂലയോ? കിട്ടും. അപ്പോ നമ്മുടെ ജീവിതത്തിലെ ദൈവം പല മനുഷ്യരുടെ രൂപത്തിലോ പല രീതിയിലുള്ള സഹായമായിട്ടോ ഓടിയെത്തും. അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. അത് ദൈവം തന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അമിതമായ ദൈവവിശ്വാസിയായി പോയാലോ ഇതുപോലെ മീൻപിടുത്തക്കാരനെ പോലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചേക്കാം. മിതമായ ദൈവവിശ്വാസത്തിൽ ദൈവത്തെ വിശ്വസിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ബോധപൂർവം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് വിജയം വരിക്കാൻ കഴിയും എന്നുള്ളത് സത്യമല്ലയോ? നിങ്ങളുടെ ജീവിതം ഈ മീൻപിടുത്തക്കാരനെ പോലെ കടലിൽ മുങ്ങിപ്പോകാതെ ആ വള്ളത്തിലോ അല്ലെങ്കിൽ അടുത്ത് വന്ന ആ വലിയ കപ്പലിലോ പിടിച്ചു കയറി വളരെ ഉയരങ്ങളിൽ എത്തുന്ന ഒരു ജീവിതമായി തീരട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. നന്ദി.